ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 18ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാനാണ്. അത് അവിടെ ഉണ്ടാക്കുന്നത് ഒരു ടെമ്പററി ട്രേഡിംഗ് ഹാളാണ്. വേറെ ഇവിടുന്ന് ട്രേഡിംഗ് ഹാൾ മാറ്റി വേറൊരു സ്ഥലത്ത് ഉണ്ടാക്കും. ഇപ്പോൾ തൽക്കാലത്തിന് ഡയമണ്ട് ടൂൾസ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഞാനവിടെ വീടെല്ലാം കഴിഞ്ഞു. 2 വില്ലേജസ് വന്നിട്ടുള്ളൂ. ഒരു വില്ലേജ് ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് പോയി കാണാനില്ല. ഹോട്ടൽ പുള്ളി പോയി തോന്നുന്നു. അപ്പോൾ സമയമായത് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. വീഡിയോ കാണുന്നെല്ലാം അച്ഛന്മാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇപ്പോൾ വില്ലേജ് ഉണ്ടായിരുന്ന വില്ലേജിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഓരോ വർക്ക് സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈബ്രറിനാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ബുക്ക് വെക്കുന്നുണ്ട്, പക്ഷെ അത് സ്ത്രീയാണോ വെക്കുന്നത്? ഇല്ല, വേറെ ഒന്നുമില്ല. ഇത് അൺലോക്ക് ആയിട്ടില്ല. പിന്നെ കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിത് ലെവൽ 5 ആക്കാറായി. ലെവൽ 5 ഓപ്പൺ ആയിട്ടില്ല. മാസ്റ്റർ ഇത് ആക്കാനുള്ള ഡയമണ്ട് ഇട്ടുണ്ടായിരുന്നു. അൺബ്രേക്കിംഗ് 2 ഡയമണ്ട് പിക്കാക്സ്. അതിക്കാഴ്ച വളരെ ഡയമണ്ട് പിക്കാക്സ് എൻ്റെ ഉണ്ട്. ഇതൊക്കെ ലോക്കേഴ്സ്. എൻ്റെ തീർന്നു. കോടുണ്ടായിരുന്നു, ഞാൻ മാട് കിട്ടിയായിരുന്നു. പിന്നെ ഇവനുണ്ട്. വേറെ ഷവല് കൊടുക്കണം. ഈ ഷവല് അങ്ങനെയാണ്. ഇത് ഹാർഡ്. ഞാനും ഇവിടെ ഒരു എമറാൾഡ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറേ നേരം ഗ്രൈൻഡിങ്ങിന് ശേഷം കുറച്ച് മൈനിങ്ങിന് പോയിരുന്നു. അവിടെ നിന്ന് കുറച്ച് അധികം എമറാൾഡ് കിട്ടി. എത്രയാണ് 4 സ്റ്റേക്ക് എമറാൾഡ് കിട്ടി. ഞാൻ കാണിച്ചു തരാം ഗൈസ്. കുറേ നേരത്തെ ഗ്രൈൻഡിങ്ങിന് ശേഷം എൻ്റെ എമറാൾഡ് നോക്ക് ഗൈസ്. എൻ്റെ എമറാൾഡ് നോക്ക് ഗൈസ്. എത്ര എമറാൾഡൊക്കെ കിട്ടി ട്രേഡ് ചെയ്തപ്പോൾ. എടുത്തൊക്കെ സെറ്റൊക്കെ കിട്ടി. ഈ വർഷം ഞാൻ വോട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നെ ജോലി പോയിട്ടുള്ളൂ. ലെവൽ 5 വരെ ആക്കി. ബാനർ ഭാരത അവാർഡ്സ് 5ഉം ഇത് തന്നെയാണ്. ഇതില് മാസ്റ്റർ ചെയ്തിട്ട് 5 ആയിട്ടില്ല. ഇതിൽ മാസ്റ്റർ ആയത്. ഇതില് 5 ആണ്ട്. പ്രൊട്ടക്ഷൻ 3 ഒക്കെ ഉണ്ട്. ഒരു ബുക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എടുക്കായിരുന്നു. എൻ്റെ ബുക്കില്ല. പിന്നെ അത് ഇവിടെ ഫുഡിൻ്റെ ഉണ്ട്. ഫുഡിൻ്റെ നമ്മളവിടുന്ന് ബ്രെഡ് കിട്ടും. ഞാൻ മാറ്റി വെച്ചോട്ടെ. ഫാർമർ മാറിയില്ലല്ലോ. മാറിയോ? എന്താ ഫാർമർ മാറാത്ത? പോയി ഇപ്പോൾ വേറെ ഒന്നും ആവശ്യമില്ല. നല്ല എന്തെങ്കിലും എത്തിയിട്ട് കാണാം ഗൈസ്. ക്യാരറ്റ് കൊടുക്കുമ്പോൾ ഒരു എമറാൾഡ് കിട്ടും ഗൈസ്. അപ്പം എൻ്റെ ക്യാരറ്റ് ഹൈന്ന് ഒരുപാട് ക്യാരറ്റ് എടുക്കാതെ അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇവനോട്ടെ, ഇവന് തന്നെ ഇപ്പം ഇനി ഒന്നും കൂടി വെച്ച് പൊട്ടിച്ചിട്ട് കാണാം ഗൈസ്. ഈ ബെഡ്റോക്ക് എഴുതുന്ന ഭാഗമെന്നറിയില്ല. അവൻ ജോലി പോകണ്ടാണ് വെച്ച് ലിങ്കായി. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവേണ്ട ജോലി പോകണില്ല. അതിപ്പോൾ സെയിം ട്രേഡറാന്നോണ്ടിരിക്കുന്നത്. ഇത് ജോലി പോണില്ല. എന്താന്ന് മനസ്സിലാവണ്ടല്ലോ. എടുക്കണ്ട് പക്ഷെ ഇത് കളഞ്ഞവന് ജോലി പോണില്ല. വാടാനൊക്കെ ബെഡ്റോക്ക് എഡിഷൻ എന്തിട്ട് നല്ല സാധനം ഉണ്ടാ. 15 കോളോ എനിക്കൊന്നും വേണ്ട. 5 കോള് പൊട്ടിക്ക് ഭയങ്കര പാടാണ്ട്. വണ്ടിയും ജോലി പോണില്ല. ഇതെങ്ങനെ തീ പിടിക്കുന്ന എനിക്കാണ്. ഇവിടെ നിന്നിട്ട് തീ വരില്ല. പിന്നെ ഒരു മണ്ടത്തെ പറ്റി ഗൈസ്. മണ്ടങ്ങള് അറിയാതെ കൈ കൊണ്ട് പെട്ട് പൊട്ടി. ഇവിടെ കുറെ നേരമായിട്ട് കത്താൻ പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ജോലി പോയില്ലേ? വെച്ച്
എന്നിട്ട് ഇത് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് സ്വിച്ച് വെച്ചാൽ ഇനി എന്തെങ്കിലും പറ്റണേ കാണാം ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്ന വർക്ക് സ്റ്റേഷൻ കത്തിപ്പോയി ഗൈസ്. ഇത് ഞാൻ അടുത്ത് മാറ്റി വിടുന്നു. എനിക്ക് ദേഷ്യം പിടിയുണ്ട്. നീ ഇതെടുത്തോ. ആരെടുത്തു? ഇവന്റെ ജോലി പോയാ? ഇവിടുത്തെ ടൂൾ സ്മിത്താ? അവൻ ടൂൾ സ്മിത്തല്ല, ഫാർമറാണ്. വക്രൊക്കഡേഷൻ. ഇന്നത്തെ ട്രേഡിങ് ഹാള് കംപ്ലീറ്റ് ആക്കി, പക്ഷെ അത് വർക്കായില്ല ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഫാർമറായി. ഇതിന് ഞാൻ തല്ല് കൊല്ലു കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ട്രേഡിങ് ഹാള് ഞാൻ അവിടെ നിന്ന് കളയാനല്ലേ, ഇവിടുന്ന് എല്ലായിടത്തും തട്ടാവണേ. ഇനി വേറെ എവിടെ പോയി ഉണ്ടാക്കാം വയ്യ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.